24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചില്ല. എന്ത് ധൈര്യത്തിൽ കല്യാണം കഴിച്ചു? അങ്ങോട്ട് ചോദിക്കും എന്ത് ധൈര്യത്തിൽ ഇറങ്ങിപ്പോന്നു കൂടെ. എന്ത് ധൈര്യത്തിൽ ഇറങ്ങി പോകുന്നു 21 വയസ്സിൽ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വരയുണ്ടായിരുന്നു. അതല്ല ഇതേ തലവരാന്നൊക്കെ പറയില്ലേ, അതങ്ങനെ അത് ദൈവം നിശ്ചയിച്ച് വെച്ചേക്കണം. 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ സംഭവിച്ചാണ് ആരും ഇതൊക്കെ. ആണല്ലേ? നമ്മള് നേരത്തെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇല്ല, പ്ലാനിങ്ങേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്നോ തോന്നിയൊരു തീരുമാനം അങ്ങനെ പോയതാ. അത് അന്നേരത്തെ വയസ്സിന്റെ അറിയല്ല, 10 കുറവ് കൊണ്ട് നമ്മളത്. പക്ഷെ അത് അങ്ങനെ തീരുമാനിച്ചതൊക്കെ ദൈവത്തിന് നിശ്ചയം കൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതി ആയി പോയത്. നിങ്ങൾ ഭയങ്കര സിങ്ക് ആയിട്ടുള്ള. കുറച്ചു നേരം ക്യാമറ ഓഫ് ചെയ്ത് നോക്കും. ഭയങ്കര സിങ്ക്. ഇത് ക്യാമറ ഇല്ലാണ്ട് ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തെ വിളിച്ചു നിന്ന് നോക്കണം ഇവരുടെ സിങ്ക്. ഇല്ലത്താ എനിക്കറിയാം. അതെ 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 അതെ. അല്ല, അങ്ങനെ ഒരു സിംഗിൾ കൊണ്ടാണല്ലോ ഇങ്ങനെ 20-22 വർഷം ഒരുമിച്ച് ജീവിച്ചത്. 22 വർഷം അല്ലേ? അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ജീവിക്കാനാ. എന്നായിരുന്നു? ഏതാ ഡേറ്റ്? ഏതാ? നവംബർ 18. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പോണത്. എന്താ? നമ്പർ 18 ഞാൻ ജനിച്ചത് നവംബർ 18. നല്ല ഇത് ജനനം അല്ലായിരുന്നല്ല. നവംബർ 18 വളരെ നല്ല ശുഭകരമായ ദിവസമാണ്. അതിന്റെ ഗുണമാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. സംശയണ്ടാ? ഇല്ലല്ല. അല്ല, നവംബർ 18 ജനിച്ചത്. ഞങ്ങളുടെ കല്യാണത്തിന് അന്ന് ജനിച്ച ആളെ വന്ന് നിൽക്കണത്. കല്യാണത്തിന്റെ ഒന്നല്ലട്ടാ, എനിക്ക് കുറെ പ്രായമുണ്ട്. എന്നാലും അതെ അതെ കൊറേ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്ക്. പ്രത്യേകിച്ച് ഞാൻ പറയൂല. ഞാൻ ചാനലിൽ കൂടി എന്റെ പ്രായം പറയില്ല. ഞാൻ ഇത്ര മാത്രം പറയുള്ളൂ. ഞാൻ പറഞ്ഞാലും മതിയല്ലോ. അയ്യോ പറയരുത്. ഇതിനെ സൂക്ഷിക്കണം അല്ലേ? എപ്പൊ എന്ത് വീഴെന്ന് പറയാൻ പറ്റില്ല. അഭിനയിച്ചേക്കണല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താ? ഏത് സിനിമയിലെയാ? എല്ലാ സിനിമയും ഇഷ്ടമാണ്. അങ്ങനെ പറയാൻ ഡിപ്ലോമാറ്റിക് ആൻസർ പറ്റൂല. അതങ്ങനെ തിരഞ്ഞെടുത്ത് പറയണം. എനിക്ക് സിനിമേനേക്കാളും ഇഷ്ടം കോമഡിയൊക്കെ, മഴവിൽ മനോരമയിലൊക്കെ ചെയ്തിരുന്ന കോമഡിയൊക്കെ തന്നെ ഇഷ്ടം. സിനിമ ഇഷ്ടമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോഴാട്ടോ പറയണത്. ഞാൻ ഓരോ സ്കിറ്റും കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കാം അങ്ങനെ ഇത് പഴയതല്ലേന്ന്. അതെന്താണെന്നറിയാമോ? ഈ എഴുതാൻ പ്ലാൻ ചെയ്യുമ്പോഴേ ത്രെഡ് പിടിച്ചു കഴിയുമ്പോഴേ ഞാൻ പറയും എന്നെ ഇങ്ങനത്തെ ത്രെഡായിട്ടാ ചെയ്യണത്. അപ്പൊ അത് മനസ്സിൽ കിടപ്പുണ്ട്. സ്കിറ്റ് കണ്ടപ്പോ എവിടെയോ കേട്ടിട്ടില്ല, ഇതൊക്കെ പഴയതല്ലേ. പുതിയതെന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് കേൾപ്പിക്കുമല്ലേ? അല്ല, പ്രചോദനം വേണ്ടേ? നല്ല അഭിപ്രായം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞോണ്ടിരിക്കണമല്ലോ. എന്റെ അഭിപ്രായം ചിലപ്പോ ദേഷ്യം വരും ഞാൻ പറയുന്ന കീറി മുറിച്ചൊക്കെ പറഞ്ഞു കളയോ. അങ്ങനെയൊക്കെ പറയും. എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ പറഞ്ഞത്. കഥ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മനസ്സിലുണ്ടാവൂലോ. കുറെ നാൾ കഴിയുമ്പോഴത്തേനും ഇവര് കളിച്ച് കൺമെമ്പറി ഇത് വേറെ ആരാണ്ടും കളിച്ച് ഞാൻ കണ്ടതാണല്ലോ, നിങ്ങളത് കോപ്പി അടിച്ചാണല്ലേ അവർ എച്ചു. ഞാൻ അന്ന് എച്ചിനോട് ഇതിന്റെ കഥ പറഞ്ഞിട്ടുള്ളതല്ലേന്ന് ഓർക്കുമ്പോ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്നാൽ സമ്മതിക്കില്ല. എന്റെ ഓർമ്മക്കുറവിന് ഞാൻ അങ്ങോട്ട് അംഗീകരിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. രക്ഷയില്ല ആ കാര്യത്തില്. സിനിമ കാണാതിരുന്നിട്ടുണ്ടെങ്കിലേ നമ്മള് ഒരു വടിയും വെച്ചിട്ടുണ്ടെങ്കിൽ സംശയങ്ങൾ, ഭയങ്കര സംശയങ്ങളാണ്. ഇന്നലെ കൊച്ചു കളിയാക്കി ഓട്ടിച്ച്. ഇന്നലെ സിനിമയാണ് കണ്ടത്. ഇന്നലെ ഏതായിരുന്നു? വീഗം. ഞാനും ഇന്നലെ വീഗം കണ്ടായിരുന്നു. നമ്മളെന്തോ ബന്ധുണ്ടിട്ടാ. യശോ, ഇത് ഇപ്പോഴൊന്നും വരണ്ട, ഇതിന് മുന്നേ ഇവിടെ വരേണ്ടതായിരുന്നു. ഞാൻ കാശ് കടന്ന് ചോദിക്കാൻ സാധ്യത. എല്ലാം കറക്റ്റ്. ഇന്നലെ ഞങ്ങള് വീഗം കണ്ട്. ചെല്ലാനത്താണ് വീഗം കൊറേയൊക്കെ ഷൂട്ട് ചെയ്തേക്കണല്ലോ. ആ വില്ലൻ ചെല്ലാൻ കണ്ടോ? അതില്ലെന്ന് ചെല്ലാനത്തല്ലേ അതിനകത്ത് വില്ലൻ അന്വേഷിച്ചു വരുന്നത്. വില്ലൻ സണ്ണി അന്വേഷിച്ച് ആ വീട് ഒരു ചേച്ചി വർത്തമാനം പറയുന്നത് അതൊക്കെ ഞങ്ങളുടെ ചെല്ലാനോ. ആ 2 സീനുള്ളത്. ആ 2 സീനിലും ചെല്ലാനും ഇല്ലേ? മാത്രല്ലേ 2 സീനിലും. പിന്നെ ആ വില്ലന്റെ സ്ഥലപ്പേര് പറയുന്നത്, അഡ്രസ് പറയുമ്പോ ശ്രദ്ധിക്കണായിരുന്നു. എറണാകുളം സ്ഥലപ്പേര് അതെ, എനിക്ക് ഭയങ്കര ചെല്ലാനോ സ്പിരിറ്റ് ഉള്ള ഒരാളാണ്. എന്താന്ന് പറയാൻ പാടില്ല. ചെല്ലാനോ എവിടെയെങ്കിലും കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ ചെല്ലാനോ. നിനക്ക് അങ്ങനത്തെ പനങ്ങാട് സ്പിരിറ്റ് ഇല്ല? അത് അവിടെ ചെന്നിട്ട് മതി. താമസിക്കണ അതുവരെ കൂവി. ഇതൊക്കെ ചേട്ടൻ തന്നെ ചെയ്യണതാണോ? അതെ അതെ അതെ. ഇതെല്ലാം നമ്മൾ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടേ ബാക്കിയൊക്കെ സ്പ്രൈറ്റ് നമ്മൾ മേടിക്കണല്ലേ, അതങ്ങ് വെച്ച് കൊടുക്കും അല്ലേ? എല്ലാവർക്കും ഇവർക്ക് ഫുൾ ടൈം വെള്ളം കുടിച്ചോണ്ടിരിക്കണം. അതെ അതെ. പ്രത്യേകിച്ച് ഇനിയിപ്പോ ചൂട് കൂടി വരുമ്പോ അല്ലേ? അല്ല, പ്രാവിന് പൊതുവെ ചൂടാണ് വേണ്ടത്. ചൂടാണ് വേണ്ടത്. ചൂട് കാലത്ത് നിന്നോളും. അല്ലെ, അമ്പലപ്രാവിനെ കണ്ടിട്ടില്ല അവിടെ ഇവിടെ. പക്ഷെ ഇത് ഫാൻസി കൂടുതലായതുകൊണ്ടേ
ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓല വെട്ടിയിട്ട് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ. അപ്പം കുറച്ചൊരു ഇതിന് തണുപ്പ് കിട്ടാനാ. ഇത് നമ്മളിപ്പോൾ ഇവിടെ ബ്രീഡ് ചെയ്യിച്ചിട്ട് വിൽക്കാനോ പരിപാടിയൊന്നും ഇല്ല. കുഞ്ഞൊക്കെ ആകുമ്പോൾ നമുക്ക് സന്തോഷം. അതെ അതെ. അതിന് മാത്രമേ. ആരെങ്കിലൊക്കെ വന്ന് ചോദിക്കോ? ചോദിക്കും. അപ്പൊ കൊടുക്കൂല. ആ ചെടി അല്ല, ആ ചെടി ഒന്ന് ആ ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയോന്നാവോ? കൊടുത്തിട്ടില്ല. ഞാനിത് കഴിയുമ്പോ ചോദിക്കാൻ വേണ്ടിട്ടാണ് ചോദിച്ചേട്ടോ. ചുമ്മാ പറഞ്ഞതാ. അതിന്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ പച്ച കളറാവും. ഇവിടെ കായ് വന്നുണ്ട്, തൂവലൊക്കെ ഉണ്ട്. താറാവല്ല. പേരെന്താന്ന് പറഞ്ഞത്? കയൂക. നമ്മുടെ നാട്ടിലല്ല. അല്ലല്ല, ഇത് അർജന്റീന. സത്യമാണോ? അതെ അതെ, കയ്യൂക യൂട്യൂബിൽ അടിച്ചാൽ മതി. അർജന്റീന ബ്രസീൽ അത് ഏതോ രാജ്യം. ഞാനേ ചേട്ടൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കിക്കണേ ഞാൻ പതിയെ മൂത്തിട്ട് നോക്കും. സത്യമാണോ പറയണെന്ന് പറയാം. ഇത് കാര്യമായിട്ട് പറഞ്ഞ പുറത്തുള്ളതാണ്, പക്ഷെ ഏത് അർജന്റീന ആണെന്ന് കറക്റ്റ് അറിയില്ല. നമ്മുടെ വീഡിയോ നോക്കി അറിയാൻ പറ്റും. ഞാൻ മറന്നുപോയി. ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഞാൻ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ടീമുണ്ട്, എല്ലാം ഉണ്ട്. ഡാൻസ് കളിക്കും. ഇവർക്കും ഇല്ലാത്തൊന്നുമില്ലല്ലേ? ചീട്ട് കളിക്കും, എല്ലാം ഉണ്ട്. വെള്ളം അടിക്കും. അല്ല, അതിനെന്തിനാ മറച്ചു വെക്കണത്? അല്ല, പറഞ്ഞ ഒരു പ്രാസം ഒപ്പിച്ച് ഞാനങ്ങ് പറഞ്ഞതാ. സിഗരറ്റ് വലിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ വലിക്കില്ല. അതെ, മിടുക്കനാണ്. അത് ഉപേക്ഷിപ്പിച്ചതാണോ? ഇല്ല, ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിച്ച്. അല്ല, കൊറേ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിർത്തണം. ഞാൻ നേരത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, പറയുമ്പോ ഒന്നും ചെയ്യൂല. നിർത്തി. ഒരു ദിവസം സുപ്രഭാതത്തിൽ ഞാൻ വന്ന് ഞാൻ സിഗരറ്റ് നിർത്തി. ഉറുമ്പുണ്ട്, അപ്പോഴൊന്നും വിശ്വസിച്ചില്ല. പിന്നെ ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് വലിക്കാണ്ടിരുന്നപ്പോഴേ വിശ്വാസം. അതങ്ങനെ തോന്നി. ഒറ്റ ദിവസം കൊണ്ട് രാവിലെ അങ്ങ് തീരുമാനിച്ചു വേണ്ടെന്ന്. വിൽ പവർ അല്ലേ? അല്ല, അങ്ങനെ സാധിക്കണ ചിലർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെന്താണ് നിങ്ങളുടെ പുതിയ പടം ഏതാ? വേറെന്തൊരു ദുശീലങ്ങളുള്ള വെളിവാക്കപ്പെടുന്ന ഇന്റർവ്യൂ. പണ്ടൊക്കെ ചില എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ഞാൻ മദ്യപിക്കില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ലാന്ന്. അപ്പ ഓദിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ പൊട്ടിപ്പോകും. ആ ടൈപ്പിലേക്ക് ഇരിക്കണത്. അല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് സമൂഹത്തിന് എല്ലാവരും ചെയ്യണ കാര്യം. അത് അതിനില്ലാന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ കബളിപ്പിക്കണ എന്തിനാ? അതുമല്ല, എവിടെന്നെങ്കിലും കിട്ടാൻ മാർഗം ഉണ്ട്, അത് ഇല്ലാണ്ടായി പോലെ. എവിടെയും ചെല്ലുമ്പോൾ പറയും സാജു കുടിക്കില്ല, കഴിക്കില്ല എന്ന് പറയും. നമുക്ക് കൂടി നമ്മൾ തന്നെ ഓണറാ. ഈ ഒരു ഇന്റർവ്യൂലായിട്ട് ആദ്യമായിട്ട് ഞാനൊക്കെ പറയണത്. ഇന്റർവ്യൂ ആയിട്ട് കണ്ടിട്ടല്ല പറഞ്ഞത് അല്ലേ? ഇന്റർവ്യൂ ആയിട്ട് അങ്ങനെ തോന്നിയില്ല. താങ്ക് യു. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങള് സാധാരണ ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപക്ഷെ ഇവര് അവർ നമ്മുടെ പിന്നീട് മനസ്സിലാവും നമുക്ക് ഇവർ വീഡിയോ നമ്മുടെ കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവും. പക്ഷെ എന്നാലും ഒരാൾ പോലും ചേച്ചി എന്നോട് പറഞ്ഞില്ലേ ഞാൻ മോളുടെ വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്നോട് ഇങ്ങോട്ട് വിശേഷം ചോദിച്ചില്ലേ? അതുപോലെ ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല വീഡിയോ. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ചെല്ലുന്നു. അങ്ങനെയല്ല, അവർ കാണുന്നവരുണ്ട്. മീൻസ് അവർ കാണുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആർട്ടിസ്റ്റുകൾ കാണുന്നു എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ്. കാരണം നിങ്ങൾക്ക് സമയമില്ല. എനിക്ക് തോന്നുന്നത് വീഡിയോ കാണാത്ത ആളുകളിൽ പെടുന്നവർ നഴ്സസ്, ഡോക്ടേഴ്സ്, അവരോടൊക്കെ ഈ ചാനൽ കാണുമെന്ന് ചോദിച്ചാൽ അവരൊന്നും കണ്ടിട്ടില്ല, അവർക്ക് സമയമില്ല. അതുപോലെ തന്നെയാണ് ആർട്ടിസ്റ്റുകളും. ഇവർക്കും തിരക്കാണ്. അപ്പോൾ ചിലർ കാണുന്ന കൊറോണയൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ കുറേ പേരൊക്കെ കണ്ടു കാണുമായിരിക്കും. അല്ലാണ്ട് അങ്ങനെ ആരും കാണലില്ല. പക്ഷെ ചില ആളുകൾ കാണുന്നവരുണ്ട്. അല്ലെങ്കിൽ അവിചാരിതമായിട്ടെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും അവരത് പറയത്തില്ല. ഞങ്ങൾ കൊച്ചിനെ കാണാറുണ്ടെന്ന് പറയത്തില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു. അങ്ങനെ പറയുന്നവര് ഇത് പറയാനാണ് ഇത്രയും ചെല്ലാനത്ത് പോയിട്ട് വന്നപ്പോ അത് പറഞ്ഞ ഞാൻ ഇന്നലെ ആ സിനിമ കാണണം കേട്ടോ. ഇന്നലെ ഞാൻ സത്യം പറഞ്ഞ 2 സിനിമ കണ്ടു. ഈ വീഗവും കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ സുരാജേട്ടന്റെ എന്നാലും എന്റെ അളിയാ അത് കണ്ട്. ഇന്നലെ തന്നെയാണ് കണ്ടത്. അതിന് മുന്നേ കണ്ടത്. ഞാനത് ഇന്നലെ കണ്ടത്. അപ്പൊ അതിനകത്ത് ആ സിനിമയിൽ ഇതുപോലെ സുരാജേട്ടൻ ഇങ്ങനെ ഇവരോട് സംസാരിക്കൂലേ, ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ കഷ്ടപ്പെടും. ഇതിനല്ലെങ്കിലും മനസ്സിലാവത്തില്ല. ഞാൻ ഇല്ല ഇതിനോടൊന്നും പറയാനി.
പട്ടിയുടെ പൂച്ചയുടെ കോഴിയുടെ കാര്യം ചോദിച്ചാൽ ഞാൻ ട്യൂബ് ലൈറ്റാ ചിലപ്പോ എനിക്ക് പറയുന്ന പെട്ടെന്ന് അങ്ങോട്ട് കത്തില്ലാൻ പറ്റില്ല. അതൊരു നല്ല സ്വഭാവമാണ്, അത് നല്ല കാര്യമാണ്. ചില സമയത്ത് പക്ഷെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കറക്റ്റായിട്ട് പിടിക്കും. ആണല്ലേ, അത് ദൈവമായിട്ട് നമുക്ക് കാണിച്ചു തരും. ഈ ദൈവം മറ്റുള്ള കാര്യത്തിൽ മാറി വിളിച്ചിരിക്കുവോ? അല്ല അങ്ങനല്ല, അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ. പിന്നെ എനിക്ക് കാര്യമില്ല. എന്തെങ്കിലും പറഞ്ഞാലും ചിലപ്പം എനിക്ക് ഒരു 2-3 പ്രാവശ്യം കേൾക്കുകയോ അല്ലെങ്കിൽ കാണുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇന്നലെ ഒരു സിനിമ ഉണ്ട് ചേട്ടാ, ഈ പഴയ സിനിമ കേട്ടോ, IV ശശി സാറിന്റെ സിനിമയാണ്. അതില് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, മമ്മൂട്ടി, മോഹൻലാല്, പിന്നെ സത്താറ്, അങ്ങനെ സീമ, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്കാണെങ്കിൽ കണ്ട് പകുതിയായിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവുക. ആരാ അവസാനം തുടക്കം മുതൽ കുറച്ച് ഇങ്ങനെ ഒരു എന്താ പറയാ, ജാതി ഇതിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമും ഹിന്ദുക്കളും തമ്മിലുള്ള വഴക്ക് കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ മൊത്തം അവിഹിതമായി. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരെ കൊല്ലുവാണ്. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ, പേരൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോണ്, ഇന്ന ആളായിരിക്കും ഇത് പറഞ്ഞേക്കണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോഴേ രണ്ടാമത് ഓടിക്കും ഞാൻ ഇപ്പുറത്തേക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ വീഗൻ സിനിമ കണ്ടിരുന്നില്ലേ? അപ്പൊ ദിനേശ് പണിക്കർ ആ ക്യാരക്ടർ എല്ലാരും കൊല്ലണുണ്ടല്ലോ. അപ്പൊ ഇത് എന്തിനാ കൊല്ലണേന്ന് ഭാര്യയുടെ ഇഷ്യൂ ഒക്കെ കാണിച്ച് എന്നിട്ടും വന്നിട്ട് എന്തിനാ കൊല്ലണെന്ന് വെച്ചപ്പോ കൊച്ചവിടെ നിന്ന് പറയാം, എന്റെ അപ്പച്ചി എന്ത് പൊട്ടേണ്, ആ പുള്ളിയുടെ ഭാര്യ അവരുടെ കൂടെ പാർട്ടി കൂടെ പോയതിനെ കൊന്നേന്ന്. പുള്ളി ഞാൻ ഇന്ന് ഒറ്റക്ക് കിടന്ന് ചിരിക്കുക. കൊച്ചുകൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കണ്ടാക്കൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. വന്നിട്ട് എന്തിനാ കൊന്നേന്ന്. അപ്പൊ നൻപകൽ നേരത്ത് മയക്കം കാണാത്തത് നന്നായി. മമ്മൂക്കാന്റെ പുതിയ ഒരു പടം കൂടി ഉണ്ട്. ചിലതൊക്കെ എനിക്ക് മനസ്സിലാവും, ചില കുരുട്ട് വഴികളെ മനസ്സിലാവും. എല്ലാം പറഞ്ഞു. അജു വർഗീസിനെ കണ്ടപ്പോഴേ പറഞ്ഞു ഇയാള് പോലീസ് ഓഫീസറാന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞു. അജു വർഗീസിനെ കണ്ടപ്പോഴേ ഞാൻ പോലീസുകാരനാന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ സാറ. മാഗിനെയും സാറനെയൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇത് ഒരു ബൈപ്പാസ് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ നോക്കാൻ പറ്റില്ല, ലീഷ് പിടിക്കാൻ പറ്റണ്ടായപ്പോ വിളിച്ചു പറഞ്ഞിട്ട് പോയി കൊണ്ടുവന്നതാ. ഈ ഏജിൽ തന്നെ കൊണ്ടുവന്നത്. ഒരു കുഴപ്പമില്ല, ടെമ്പറാവി ഒന്നുമില്ല. മാഗി എല്ലാവർക്കും ഓരോ കഥകളുള്ള ആൾക്കാരാണ്. അത് അവിടുന്ന് കാക്കനാടിന്റെ റോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നത് പഗ്ഗിനെ ആണല്ലേ. ഇയാളുടെ പേരെന്താണ്? വെനികയോ? വെനീസ. ഇതാരാണ് ഇങ്ങനെ പേരിടുന്നത്? ആണോ? നല്ല പേരുകളാണ്. ഹായ്. ഇത് ലക്കി. ലക്കി. ലക്കി എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ ഞാൻ ഷൂട്ടിന് പോവായിരുന്നേ. ഷൂട്ടിന് പോയപ്പോഴത്തേക്ക് ബൈപ്പാസിൽ ഇതിങ്ങനെ റോട്ടിൽ കിടന്ന് ഓടി നടക്കണം. ആ ഡ്രൈവർ എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു പട്ടി ഇവിടെ നടക്കണമെന്ന്. ഞാൻ പോയി എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയപ്പോഴത്തേനും ഈ അരിയും ചാക്കിൽ തുളഞ്ഞ അരി വീഴൂലേ, അവരെ പുഴു വീണിരിക്കുന്നു. വലിയൊരു മുഴ ഇവിടെ ഇങ്ങനെ ഹോളായിട്ട്. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കൊണ്ടുവരും. നല്ല ഡോക്ടറായിരുന്നു. അവിടെ ഏൽപ്പിച്ച ഡോക്ടർ അന്നത്തെ ദിവസം അവിടെ കിടത്തി. ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വന്ന് ഇന്ന കേജൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തൊരു 35,000 രൂപയായി ട്രീറ്റ് ചെയ്തിട്ട്. മൊത്തം ഉണക്കി എല്ലാം ശരിയായപ്പോ അടിപൊളിയായി. ലക്കി. അതെന്നെ കണ്ടത് അതിന്റെ ലക്ക്, ഞങ്ങൾ അതിനെ കണ്ടത് ഞങ്ങളുടെ അവരുടെ. എല്ലാരും രാവിലത്തെ ഫുഡും കഴിഞ്ഞിട്ട് അപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇവന്റെ ചെവിക്ക അതുണ്ടാ. ഇവന്റെ പേരെന്താ? ഹോബി. ഇവനാണ് ഹോബി. കാലിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ റെഡിയായല്ലേ? ഒരു സ്നേഹമല്ലേ അവർക്ക്. ഇതിന് ഇയാളെ എവിടുന്നാ? ഇത് നമ്മള് കാഞ്ഞകെട്ടിട്ട് പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. ഒരാളെ ചങ്ങമ്പുഴ പാർക്കില്ലേ, ഇടപ്പള്ളി, അവിടെ റോട്ടില് ഒരങ്കിൾ എന്നെ വിളിച്ച്. ഞാനപ്പോ ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക, ഇതിന്റെ പാതിരാക്കാറ്റിന്റെ ഷൂട്ടിങ്. ഞാൻ തിരിച്ചവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഞാൻ വന്ന് ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിൽ കൊണ്ട് നിട്ടേക്കായിരുന്നു ഒരെണ്ണത്തിന്. മതിൽ പൂട്ടിയിട്ട് 7 ദിവസമായിട്ട് അതിനോട് വെള്ളം പോലും കുടിക്കാതെ കിടക്കുക. ഞാൻ മതിൽ ചാടി ചെന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം ട്രീറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി. അപ്പൊ ഇവന്റെ പേരറിയില്ല. ഞങ്ങള് ഡോഗിന് സകല പേരും വിളിച്ചു നോക്കി. അവസാനം ഞാൻ മടുത്തിട്ട് ഞാനെടുത്ത് അതോട്ട് പോയി. അപ്പൊ ടോമി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവിടെ പോയി നാളെ നോക്കി നേരെ ഓടി വന്ന് മടി വന്നിരുന്നു.
പിന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ്. ഇവര് സംസാരിക്കും വൈഫുമായിട്ട്. അതെ. ഇവളും കാണിക്കുന്ന പോലെ തന്നെ ഭയങ്കര സംസാരം. കൊല്ലത്തുള്ള ഒരു ഫാമിലി വന്നു. അവിടെ ചേട്ടൻ പുറത്താ, അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കൊടുത്ത് ഇവിടെ വന്ന് കൊണ്ടുപോയി എൻ്റെ കൂടെ കിട്ടി. ഇപ്പൊ എപ്പോഴും ഫോട്ടോ ഒക്കെ അയച്ചു തരും. നമ്മളെ ഈ കുറേ എന്താ പറഞ്ഞ വഴിപാടും കാര്യം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു പകുതി കാശ് ഇവർക്കും കൂടി വേണ്ടി ചിലവാക്കിയാൽ മതി. എല്ലാവരും പറയും പട്ടീനെ ഉപദ്രവിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ്. റോട്ടിൽ ഒരു പട്ടി വണ്ടി ഇടിച്ച് ചത്തു കിടന്ന അവിടെ കിടന്ന് വണ്ടി കയറി തീരുന്ന അല്ലാതെ ഒരാളൊന്നും വലിച്ച് സൈഡിലേക്ക് പറയുമ്പോ ഇങ്ങനെ കുറെ പറയും. ശരിയാണ്. അത് പറയാൻ കൂടുതൽ ആളുകൾക്ക് അത് പറയാനാണ് ഇഷ്ടം. ഭയങ്കര പ്രവൃത്തിയില് ഇവരുടെ ജനനത്തിന്റെ തന്നെ പ്രശ്നം. പട്ടി എന്നുള്ള പേരായി പോയി. നമ്മളാണെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരാളെ വിളിക്കണം, അപ്പൊ പട്ടി എന്നല്ല വിളിക്കുന്നത്. അപ്പൊ അവരുടെ പേരിന്റെയും കൂടി ഇതിലുണ്ട്. നോക്കട്ടെ, നമുക്ക് ശരിയാക്കാം കേട്ടാ. അത് അവരുടെ എന്തോ കാര്യങ്ങൾ പറയണതാണ്. അതെ, നമ്മളതിന് ഡാൻസ് ആയിട്ട് അങ്ങ് തെറ്റിദ്ധരിക്കും. നമ്മളതിനെ അങ്ങ് ഡാൻസ് ആക്കി എടുക്കും. പരിചയമില്ലാത്തവരൊക്കെ അടിക്കുവോ? ഒന്നും ചെയ്യില്ല. ഞാൻ ഷാജിയുടെ അടുത്ത് പോയപ്പോ കയ്യിലൊക്കെ എടുത്തിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോഴേ ഇങ്ങോട്ട് വരില്ല കേട്ടോ എൻ്റെ അടുത്ത്. പൊന്നിന് തൊടണ പേടിയുണ്ടോ? പിന്നെ തൊടണമെന്ന് പറഞ്ഞ്. ഹലോ, ഇവർക്ക് പേരിട്ടിട്ടില്ലേ? ഇത് കണ്ണൻ, അത് രാധ. ഇതാണ് നിങ്ങളുടെ കണ്ണനിന്റെ ആദ്യം. ശരി, ഞാൻ മറന്നുപോയതാണ്, സോറി. എനിക്കറിയായിരുന്നു. കണ്ണനിന്റെ ആദ്യം. ദൈവമേ, നക്കാൻ പോണോ അത് മൈക്കില്? കണ്ണാ കണ്ണാ ഒന്ന് ഡാൻസ് കളിച്ചേ. ഭക്ഷണം കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഡാൻസ് കളിക്കും. പിന്നെ ഭയങ്കര തലാട്ടായിരിക്കും കാണുമ്പോഴാ. ആണല്ലേ? ഇതിനെ എവിടുന്നാ കൊണ്ടുവന്നത്? ഇവനെ ഫോട്ടോ വെച്ച് ഹലോ